ഹലോ ഗായ്സ്, ഇന്നത്തെ മാർക്കറ്റ് നല്ല അടിപൊളി മാർക്കറ്റായിരുന്നു. നല്ല രീതിക്ക് താഴോട്ട് നല്ല രീതിക്ക് മേലോട്ടേക്കും മൂവ് ചെയ്തൊരു മാർക്കറ്റായിരുന്നു. നമ്മളിന്ന് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഇന്ന് നമ്മൾ യൂസ്ഡ് ക്യാപിറ്റലിൻ്റെ വെറും ഒരു 25% നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ മാക്സിമം ഒരു ട്രേഡ് എടുക്കാനായിട്ട്. ബട്ട് നമ്മൾ 25% യൂസ് ചെയ്തിട്ട് തന്നെ ഏറെക്കുറെ നമ്മൾ നല്ല രീതിക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കുറവ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വളരെ കുറവ് ഒരു ട്രേഡിന് യൂസ് ചെയ്തിട്ടുള്ളത് വളരെ കുറവ് ക്യാപിറ്റൽ മാത്രമാണ്. വളരെ കുറവ് മാക്സിമം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 7,000 രൂപയ്ക്ക് മാക്സിമം ഒരു ട്രേഡിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ട്രേഡ് കുറച്ച് കൂടുതലുണ്ട്, ഒരു 4-5 ട്രേഡ്സ് ഉണ്ട്. 2-3 ട്രേഡ്സ് സിമ്പിൾ എന്നല്ല, ജസ്റ്റ് ഒരു ചെറിയൊരു വ്യൂവിൻ്റെ പുറത്ത് വളരെ ചെറിയ ക്യാപിറ്റൽ മാത്രമേ യൂസ് ചെയ്തുള്ള ട്രേഡാണ്. ഇന്നത്തെ ട്രേഡ് എൻ്റെ എവിടെ നിന്നൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. മിഡ് ക്യാപ്പിൽ ഒരു ട്രേഡ് എടുത്തുള്ളൂ, ബാക്കിയുള്ള ട്രേഡൊക്കെ ബാങ്ക് നിഫ്റ്റിയിലല്ല ബാങ്ക് എക്സിലാണ് എടുത്തത്. നല്ല ട്രേഡ്സ് പറഞ്ഞാൽ നല്ല ട്രേഡ്സ് ആയിരുന്നു. അത്യാവശ്യം എല്ലാത്തിനും നല്ല രീതിക്ക് റിട്ടേൺസും കിട്ടിയിട്ടുണ്ട്. ട്രേഡിൻ്റെ ഏറെക്കുറെ എല്ലാ ട്രേഡ്സിനും 100% റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്, 100% അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ട്രേഡ് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാങ്ക് എക്സിലായിരുന്നു എടുത്തത്. ഈ ഒരു പൊസിഷനാണ് എടുത്തത്. ക്ലിയർ പൊസിഷൻ എവിടെയായിരുന്നു, നല്ല പൊസിഷൻ പറഞ്ഞു, വളരെ നല്ല പൊസിഷനായിരുന്നു. കൃത്യമായിട്ട് ടൈം നമുക്ക് നോക്കാം. വെറും 2 ലോട്ട് എടുത്തുള്ളൂ. വളരെ കൃത്യമായി 2 ലോട്ട് ആദ്യം എടുത്തത്. അതിന് മുമ്പ് നമ്മളൊരു പുട്ട് ഓപ്ഷൻ മിഡ് ക്യാപ്പിൽ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് അതെടുത്തേക്കുന്നത് നമ്മളെന്തായാലും ബാങ്ക് നിഫ്റ്റി 2 ലോട്ട്, ജസ്റ്റ് വെറും 2 ലോട്ട് 11:30 ആകുമ്പോൾ ക്ലിയർ 11:30 ആകുമ്പോൾ 194 ഞാനത് എൻട്രി എടുത്തത്. കൃത്യമായിട്ട് 11:30 വളരെ ക്ലിയർ ആയിട്ടൊരു 11:30 ആകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ടൈം പറഞ്ഞാൽ വളരെ ക്ലിയർ ആകും. ഇതിന് തൊട്ട് താഴെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ എൻട്രി എടുത്തത്. 11:30 കൃത്യമായിട്ട് അവിടെ നിന്ന് മേലോട്ടേക്കുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് എടുത്തത്. നല്ല രീതിക്ക് മേലോട്ടേക്കുള്ള മൂവ്മെൻറ്റ്സും കിട്ടി. ഞാൻ ടാർഗറ്റ് വെച്ച് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ 600 ടാർഗറ്റ് വെച്ച്, അതായത് 580 തന്നെയായിരുന്നു. ഈ ഒരു ലെവലാണ് ടാർഗറ്റ് വെച്ചത്. നല്ല ലെവൽ തന്നെയായിരുന്നു. വളരെ ക്ലിയർ ലെവൽ പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ലെവലായിരുന്നു. 600 കൃത്യമായിട്ട് ടാർഗറ്റ്. 580 ടാർഗറ്റ് വെച്ചത്. കൃത്യമായിട്ട് ടാർഗറ്റ് വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നല്ല രീതിക്കൊരു ഫാൾ ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ട് 600 കഴിഞ്ഞ് ടാർഗറ്റ് വെച്ച് 606 600 എത്തിയപ്പോൾ കൃത്യമായിട്ട് എക്സിറ്റ് അടിക്കുകയും ചെയ്തു. വളരെ ക്ലിയർ പ്ലാനോടെയായിരുന്നു എൻട്രിയും എക്സിറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ രീതിക്ക് ഇതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു പൊസിഷൻ വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ആ ഒരു ഇറക്കം അതുപോലെ തന്നെ കയറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഞാൻ വയ്ക്കുകയും ചെയ്ത്. അവിടെ വേറെ ലെവൽസൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതുപോലെ തന്നെ ആക്ട് ചെയ്യുകയും ചെയ്തു. വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഫാളാണിത്. കൃത്യമായിട്ട് ഇവിടെ 580 കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത് നല്ല രീതിക്ക് താഴോട്ട് വന്നു. അതേപോലെ തന്നെ ഞാൻ തിരിച്ചു കയറുന്ന എക്സ്പെക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കയറുകയും ചെയ്തു. നല്ല രീതിക്ക് ബ്രേക്ക്ഔട്ട്സ് കിട്ടി. കൃത്യമായിട്ട് നമുക്ക് എക്സിറ്റ് അടിക്കാനും പറ്റി. എക്സിറ്റ് ടൈം എന്ന് പറയുന്നത് 2 ലോട്ട് എക്സിറ്റ് അടിച്ച ടൈം 12:25 നമ്മൾ 194 എൻട്രി എടുത്തിട്ട് 578 എക്സിറ്റ് അടിച്ച്. അത്യാവശ്യം നമുക്കൊരു 2x റിട്ടേൺസ് മസ്റ്റായിട്ടുണ്ട്. വളരെ ചെറിയൊരു ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏറെക്കുറെ ഒരു 6K 6,000 രൂപയോളം മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. 6,000 രൂപ കൊണ്ട് നമ്മൾ ഏറെക്കുറെ ക്യാപിറ്റൽ ഡബിൾ ആക്കിയിട്ടുണ്ട്. ഏറെക്കുറെ നമുക്ക് 6,000 രൂപ കൊണ്ട് ആ ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് മാത്രം കിട്ടിയിരിക്കുന്നത് 11,000 രൂപയാണ്. 11,500 രൂപയാണ്. ഒരു 6,000 രൂപ യൂസ് ചെയ്തതിന് പുറത്ത് മാത്രം നമുക്ക് 11,500 കിട്ടിയിട്ടുണ്ട്. കൃത്യമായിട്ട് വളരെ ക്ലിയർ പറഞ്ഞാൽ 6,000 നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടില്ല. 6,000-നെക്കാളും കുറവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏറെക്കുറെ ഡബിൾ, അതായത് 2x 200% നമുക്ക് റിട്ടേൺസാണ് ഒറ്റ ട്രേഡിൽ നമ്മൾ ഉണ്ടാക്കിയത്. അത്രയും നേരം വെയിറ്റ് ചെയ്തു. ക്ലിയർ ആയിട്ട് ആ ഒരു ട്രേഡ് പെട്ടെന്ന് തന്നെ നല്ല രീതിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. കൃത്യമായിട്ട് എക്സിറ്റ് അടിക്കുകയും ചെയ്തു. 12:25 ആകുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു ക്യാൻഡിൽ 20-25 ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് കുറച്ചും കൂടി പോകുകയാണെങ്കിൽ കുറച്ചും കൂടി പോകുമെന്ന് വിചാരിച്ചു. നമുക്ക് അധികം പോയൊന്നുമില്ല. കുറച്ചുകൂടി പ്രീമിയം ലേറ്റായിട്ട് കയറി, ബട്ട് അധികം കയറിയൊന്നുമില്ല. അതിനുശേഷം വീണ്ടും താഴോട്ട് തന്നെ വരികയാണ് ചെയ്തത്. നമ്മളൊരു മിഡ് ക്യാപ്പിൽ ഞാൻ ഒരു എൻട്രി ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് വരുന്നൊരു വ്യൂവിലായിരുന്നു എടുക്കുന്ന പൊസിഷൻ. ഇവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്. അതായത് ചിലപ്പോൾ താഴോട്ട് വരികയാണെങ്കിൽ അത് OTM എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിയറായിട്ട് താഴോട്ട് വരികയാണെങ്കിൽ, അതായത് നോർമലി ഞാൻ മിഡ് ക്യാപ്പിൽ കണ്ടിട്ടുണ്ട്, താഴോട്ട് വരുമ്പോൾ പെട്ടെന്ന് നല്ല രീതിക്ക് താഴോട്ട് വരും. അപ്പോൾ ആ താഴോട്ട് വരുന്നത് ഞാനങ്ങ് നല്ല രീതിക്ക് താഴോട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു എക്സ്പെക്റ്റേഷനിൽ ഔട്ട് ഓഫ് ദ മണി വാങ്ങി വെച്ചാണ് ജസ്റ്റ് ഒരു ലോട്ട്. അതിന് മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് ഏറെക്കുറെ 10 രൂപ പോലും ഇല്ല, 10 എന്നല്ല 750 രൂപ പോലും ഇല്ല. 75 ലോട്ട് സൈസ് ആയതുകൊണ്ട്
ജസ്റ്റ് വളരെ കുറവാണ്. മാക്സിമം റിസ്ക് എന്ന് പറഞ്ഞാൽ 6 രൂപയുള്ളൂ. 6.75 വളരെ കുറവാണ്. അത് 400 രൂപയുള്ളൂ. ജസ്റ്റ് എന്നിട്ട് അത് ഞാൻ ചെറിയൊരു ലോസിൽ തന്നെ എക്സിറ്റ് അടിച്ചു. ജസ്റ്റ് അപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് അടിക്കുകയും ചെയ്തു. അത് താഴോട്ട് വരില്ല, അത് ഒരുപാട് ഔട്ട് ഓഫ് ദ മണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്ത് പോയി. ഞാൻ ഉദ്ദേശിച്ച ലെവൽ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ അതിന് ശേഷം അപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ചു. നമുക്കത് OTM ആയതുകൊണ്ട് തന്നെ അതധികം ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് എടുത്തത് നമ്മൾ മിഡ് ക്യാപ്പിലാണ്. നമ്മൾ ഫസ്റ്റത്തെ ട്രേഡിൽ അത്യാവശ്യം ഒരു 2x പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ട്രേഡിൽ കുറച്ചും കൂടെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിഡ് ക്യാപ്പിലാണ് എടുത്തത്. ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ 12:45 കൃത്യമായിട്ട് 12:45 നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് 78 രൂപയാണ്. ജസ്റ്റ് കൃത്യമായിട്ട് 78 രൂപയ്ക്ക് നമ്മൾ എൻട്രി എടുത്തത്. പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മിഡ് ക്യാപ്പിൽ തന്നെയാണ് എടുത്തത്. നല്ല പൊസിഷൻ പറഞ്ഞാൽ വളരെ ക്ലിയർ പൊസിഷനായിരുന്നു. എൻട്രി എടുത്ത ഉടനെ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൊസിഷൻ കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെ ക്ലിയർ. ടൈം പറയുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നൊരു പൊസിഷൻ എടുത്തത് കൃത്യമായിട്ട് 12:45 ക്യാൻഡിൽ, അതായത് ഒരു റീട്രേസ്മെൻറ്റ് വന്ന് കൃത്യമായിട്ട് മേലോട്ടായിട്ട് പോക്ക് കൊണ്ടു നമ്മൾ എടുത്തുടനെ തന്നെ പ്രോഫിറ്റ് ആയിരുന്നു. അതായത് ടാർഗറ്റ് വെച്ച് ഈ റെസിസ്റ്റൻസ് ആണ്. കൃത്യമായിട്ട് ഈ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു. ഒറ്റ ക്യാൻഡിൽ തന്നെ ടച്ച് ചെയ്തു. അത് നമ്മൾ അവിടെ തന്നെ എക്സിറ്റ് അടിക്കുകയും ചെയ്തു. ബ്രേക്കൗട്ട്സ് കിട്ടി. ഞാനപ്പോൾ 100 ബ്രേക്കൗട്ട് കിട്ടുമെന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തു. റിജക്ഷൻ കണ്ടപ്പോൾ ഞാൻ എക്സിറ്റ് അടിച്ചു. ഓൾറെഡി നല്ല രീതിക്ക്, അതായത് ഓൾറെഡി നല്ല ട്രെൻഡ് ബുള്ളിഷാണ്, മേലോട്ട് തന്നെ പോകാനുള്ള ചാൻസ് എന്നൊക്കെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഒരു റെസിസ്റ്റൻസ് കാണുമ്പോൾ എക്സിറ്റ് അടിക്കുന്നതാണ് നല്ലത്. ബ്രേക്കൗട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വീണ്ടും റീട്രേസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് ബ്രേക്കൗട്ട്സ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അത് വെറും ഒറ്റ ലോട്ട് പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഒരു ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നോട്ട്സ് കൂട്ടിയില്ല, കാരണം അത് ഓൾറെഡി കയറിയിരിക്കുന്നതാണ്. ബട്ട് ചിലപ്പോൾ താഴോട്ട് വരാൻ വോളറ്റിലിറ്റി ഉണ്ട്. അതായത് ലോട്ട്സ് കൂട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമുക്ക് വോളറ്റിലിറ്റി ഉള്ളപ്പോൾ നമുക്ക് ലോട്ട്സ് അധികം വേണമെന്ന് നിർബന്ധമില്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് മതി. ജസ്റ്റ് നമ്മൾ അതൊരു 78 എടുത്തിട്ട് 137 എക്സിറ്റ് അടിച്ചു. മിഡ് ക്യാപ്പിൽ അത് നല്ലൊരു പ്രോഫിറ്റാണ്. നല്ല പ്രോഫിറ്റ് പറഞ്ഞാൽ നല്ല പ്രോഫിറ്റാണ്. അതിന് നമുക്ക് അതിന് മാത്രം ആ ഒരു ഒറ്റ ലോട്ട്സിൻ്റെ പുറത്ത് മാത്രം മിഡ് ക്യാപ്പിൽ നമുക്ക് 4500 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് 50 പോയിൻറ്റ്സിന് മേലോട്ട് സുഖമായിട്ട് പിടിച്ചിട്ടുണ്ട്. വളരെ സുഖമായിട്ട് 50 പോയിൻറ്റ്സ് കൂടുതൽ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ന് പറയുന്നത് വെറും 6000 രൂപയാണ്. 6000 രൂപ കൊണ്ട് 10000 രൂപ ഈസി ആയിട്ട് മേക്ക് ചെയ്തു. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അതിന് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ട്രേഡ് തന്നെയായിരുന്നു കൃത്യമായിട്ട്. അതിനിടയിൽ നമ്മളൊരു ബാങ്ക് എക്സിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു 1 മണിക്ക്. കൃത്യമായിട്ടൊരു 1 മണിക്ക് ജസ്റ്റ് ഒരു ലോട്ട്സ് വാങ്ങി അതൊരു 1:15 ആകുമ്പോഴത്തേന് എക്സിറ്റ് അടിച്ചു. പുട്ട് ഓപ്ഷൻ അല്ല, കോൾ ഓപ്ഷൻ. അത് വാങ്ങാനും എക്സിറ്റ് അടിക്കാനും ഒരു കാരണമുണ്ട്. ജസ്റ്റ് ഒരു ലോട്ട്, ഞാൻ വോൾട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ലോട്ട് വാങ്ങുന്നത്. പെട്ടെന്ന് താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അടുത്തൊരു വീക്കിൽ ഇലക്ഷനാണ്. അപ്പോൾ ഇലക്ഷന് മേലോട്ട് പോകാനുള്ള ചാൻസാണ്, എക്സ്പെക്റ്റേഷനാണ് ഒരുപാട് പേർക്കുള്ളത്. അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഇന്ന് തന്നെ ടോട്ടലി ഫുള്ളായിട്ട് മേലോട്ട് കയറ്റാൻ ചാൻസ് ഇല്ല. ഈ ഒരു വീക്കെൻഡ് കയറ്റിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് കയറ്റാൻ പറ്റാത്ത അവസ്ഥയാകും. അപ്പോൾ ഒന്ന് നല്ല രീതിക്ക് മാർക്കറ്റ് താഴോട്ട് വീണിട്ടേ കയറത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഞാനപ്പോൾ അതിൻ്റെ പുറത്താണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ബുള്ളിഷ് മൂവ്മെൻറ്റ്സ്, അതായത് ഒരു ലോട്ട് എടുത്തു ഇവിടുന്ന് മേലോട്ട് വന്നിട്ട് പ്രോഫിറ്റൊക്കെ വന്നതാണ്. ബട്ട് ഞാനത് കുറച്ച് നേരം കഴിഞ്ഞ് എക്സിറ്റ് അടിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് എക്സിറ്റ് അടിക്കുകയും ചെയ്തു. കാരണം താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ ട്രേഡ് കോസ്റ്റ് തന്നെ ചെറിയത് 1 രൂപ 1.2 പോയിൻറ്റ്സോ ലോസിൽ നമ്മൾ എക്സിറ്റ് അടിച്ചു. ചെറിയ ലോസ് തന്നെ ലോസ് ബുക്ക് ചെയ്തു. ചെറിയ ലോസ് ബുക്ക് ചെയ്യാനൊന്നുമില്ല, വളരെ ചെറിയ ലോസ്. അത് ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മളപ്പോൾ കുറച്ച് നമുക്ക് പ്രോഫിറ്റായി. ഏറെക്കുറെ നമുക്കൊരു 15-16 പ്രോഫിറ്റ് ആയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 മണിക്കാണ് എൻട്രി എടുത്തത്. കൃത്യമായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞാൽ 1:53 ഞാൻ എൻട്രി എടുത്തു. OTM എടുത്ത് മാർക്കറ്റ് നല്ല രീതിക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് എൻട്രി എടുത്തത്. 1 മണിക്ക് എടുത്തു. 1:53 എടുത്തു. ഞാൻ എടുത്ത ഉടനെ തന്നെ കുറച്ച് മാർക്കറ്റ് പൊട്ടി. ബാങ്ക് എക്സ് എടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് 1:45. അത് കഴിഞ്ഞിട്ടൊരു ക്യാൻഡിലാണ് ഞാൻ എടുത്തത്. ബട്ട് എടുത്തുടനെ തന്നെ എനിക്ക് എൻട്രി എടുത്തുടനെ തന്നെ നല്ല രീതിക്ക്, അതായത് ഇനി ഏറെക്കുറെ ഒരു 2500 രൂപയാണ് ഒരു മാക്സിമം റിസ്ക്. അതായത് ഞാൻ റിസ്ക് അത്രയും നോക്കിയിട്ടെടുത്ത്, അതായത് 15 രൂപയ്ക്ക് 10 ലോട്ട്സ് എന്ന് പറയുന്നത് ബാങ്ക് എക്സിൽ 15 ലോട്ട് സൈസ്. അപ്പോൾ ടോട്ടലി നമുക്ക് 2500 രൂപ റിസ്ക് ഉള്ളൂ. ആ 2500 റിസ്ക് എടുക്കാം. മാക്സിമം പോയി കഴിഞ്ഞാൽ പെക്കോട്ടെന്ന് വിചാരിച്ചു ഞാൻ. ബട്ട് ഞാൻ ഇതിന് 10 ലോട്ട്സ് ബൈ ചെയ്തു. എനിക്ക് ബൈ ചെയ്ത് ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു തുറക്കുമ്പോൾ തന്നെ അത് ഏറെക്കുറെ നമുക്ക് 2500 പോയിട്ട് 5000 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. 5000 അടുത്ത് പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഓപ്ഷൻസ് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ ക്ലിയർ ആയിട്ട് 5000 രൂപ നമുക്ക് ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പക്ഷെ ബുക്ക് ചെയ്തില്ല. നല്ല രീതിക്ക് അതിൻ്റെ ഒരു പ്രീമിയം കൂടിയിട്ടുണ്ടായിരുന്നു. വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിക്ക് ഒറ്റ ഹൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പ് ചെറിയ ഹൈപ്പാണ്, ഒരു വലിയ ഹൈപ്പല്ല.
ബട്ട് ഞാനപ്പോൾ വിചാരിച്ചു ബ്രേക്ക് ഔട്ട്സ് കിട്ടി നല്ല രീതിക്ക് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു പൊട്ടൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി എടുത്തത് ഈ ഒരു പോയിൻ്റാണ്. കൃത്യമായിട്ട് ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്ത ഉടനെ തന്നെ, അതായത് നമ്മൾ 15 എടുത്തു, കൃത്യമായിട്ട് 40-42 വരെ പോയി. നല്ല രീതിക്ക് തന്നെ പ്രോഫിറ്റ് കിട്ടും. ഏറെക്കുറെ 100% മേലോട്ട് പ്രോഫിറ്റ് പോയി. ബട്ട് ബുക്ക് ചെയ്തില്ല. അത് ബുക്ക് ചെയ്തില്ല. അത് വീണ്ടും താഴോട്ട് വന്ന് ഞാനത് ചെറിയ ലോസിൽ വീണ്ടും രജിസ്ട്രേഷൻ കാണിച്ചപ്പോൾ ഞാൻ നോക്കിയില്ല. ട്രെൻഡ് ഞാൻ മേലോട്ട് തന്നെയാണെന്ന് വിചാരിച്ചു. മേലോട്ടാണെന്നല്ല, അതായത് കൺസോൾട്ടേഷനുള്ള ചാൻസ് ആണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. കൃത്യമായിട്ട് റിജക്ഷനെ കാണിച്ചു. അതായത് മാർക്കറ്റ് മേലോട്ട് പോയി, താഴോട്ട് കൃത്യമായിട്ട് മാർക്കറ്റ് മേലോട്ട് പോയി, വീണ്ടും താഴോട്ട് വന്ന് റിജക്ഷൻ വന്ന് മേലോട്ട് പോയി. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ട്രേഡ് എടുക്കുന്നില്ല എന്ന് എക്സ്പെക്റ്റ് ചെയ്ത്. മാർക്കറ്റ് പൊട്ടാനുള്ള ചാൻസ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള കാര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും നിഫ്റ്റി നോക്കി. നിഫ്റ്റി ഓൾറെഡി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ചെറുതായിട്ട് ഒരു 5 ലോട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. OTM മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് 56 ബാങ്ക് നിഫ്റ്റി അല്ല, ബാങ്ക് എക്സിൽ 56,500 പുട്ട് ഓപ്ഷൻ വെറും 5 ലോട്ട് ആഡ് ചെയ്തുള്ളൂ. 1000 രൂപ റിസ്ക്. നമ്മൾ ആദ്യം 2500 വെച്ച് റിസ്ക് ഓൾറെഡി പ്രോഫിറ്റാണ്, നമ്മൾ ഫുള്ളായിട്ട് കളയേണ്ട ആവശ്യമില്ല. 1000 രൂപ റിസ്ക് നമ്മൾ ജസ്റ്റ് 17-18 രൂപയ്ക്ക് 5 ലോട്ട് ബൈ ചെയ്തു. അത് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. ബട്ട് ഞാൻ അതിൻ്റെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ ഒരു 5x ടാർഗറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. 5x ടാർഗറ്റ് മസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തു. 5x ഒക്കെ ഔട്ട് ഓഫ് മണിയാണ്, അപ്പോൾ നമുക്ക് അധികം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. 5x ഒക്കെ മസ്റ്റായിട്ട് നമ്മൾ ഏറെക്കുറെ 17 രൂപയ്ക്ക് എടുത്തത്. 5x ആയപ്പോൾ ഞാനത് എക്സിറ്റ് അടിച്ചു, ജസ്റ്റ് 4 ലോട്ട്. ബട്ട് ഒരു ലോട്ട് ഞാൻ വെച്ചു. 17 രൂപയ്ക്ക് അടിച്ചത്, 4 ലോട്ട് എക്സിറ്റ് അടിച്ചത് 95-നാണ്. അത്യാവശ്യം നല്ല രീതിക്ക്, അതായത് 5x, അതായത് നമ്മൾ 1000 രൂപയ്ക്ക് എൻട്രി എടുത്ത സാധനം, അതായത് 5000 രൂപയ്ക്കാണ് എക്സിറ്റ് അടിച്ചത്. 5000 രൂപയ്ക്കും അല്ല, 5000 രൂപയുടെ മേലോട്ടാണ് എക്സിറ്റ് അടിച്ചത്. ആ ഒരു 4 ലോട്ട് നമ്മൾ 5x-നും അടുത്ത ഒരു ലോട്ട് ഞാനിപ്പോൾ റൺ ചെയ്യാമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു. ആ ഒരു ലോട്ട് ഞാൻ അത്യാവശ്യം വെയിറ്റ് ചെയ്ത് വെച്ചു. ആ ഒരു ലോട്ട് നല്ല രീതിക്ക്, ആ ഒരു പ്രീമിയം നമ്മൾ 5 ലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ആയാൽ, കൃത്യമായിട്ട് നല്ല പ്രോഫിറ്റ് പോകുന്ന നല്ല അടിപൊളി പ്രോഫിറ്റ് ആയാൽ അതൊരു 300 വരെ പ്രീമിയം മൂവ് ചെയ്തു 3 മണിക്ക് കഴിഞ്ഞിട്ട്. അത് 3 മണിക്ക് റിജക്ഷൻ കണ്ട്, അതായത് 3 മണിക്ക് റിജക്ഷൻ വന്നപ്പോൾ ഞാനത് എക്സിറ്റ് അടിച്ചു. ഇറക്കം നമുക്കൊരു 194 കിട്ടി. അതായത് 17 രൂപയ്ക്ക് എടുത്ത സാധനമാണ് ആ ഒരു ലോട്ട് 194 എക്സിറ്റ് അടിച്ചത്. നല്ല അടിപൊളി ട്രേഡായിരുന്നു. നല്ല രീതിക്ക് പറഞ്ഞാൽ വളരെ നല്ല രീതിക്ക് തന്നെ എക്സിറ്റ് അടിച്ച് പോവുകയും ചെയ്തു. ഹ്യൂജ് പ്രോഫിറ്റ് പറഞ്ഞാൽ അത് ഹ്യൂജ് പ്രോഫിറ്റാണ്. ഏറെക്കുറെ നമുക്ക് 10x പ്രോഫിറ്റാണ്. 10x എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 1000 രൂപയ്ക്ക് എടുത്ത സാധനം 10000 രൂപയ്ക്ക് നമുക്ക് എക്സിറ്റ് അടിക്കാൻ പോലെ. ബട്ട് നമ്മൾ എല്ലാ ലോട്ട്സും നമ്മൾ ഹോൾഡ് ചെയ്തില്ല, 4 എക്സിറ്റ് അടിച്ചു ടോട്ടലി. ബട്ട് നമുക്ക് ആ ഒരു ട്രേഡിൽ 1000 രൂപയ്ക്ക് 1000 രൂപ റിസ്ക്കുള്ള ട്രേഡിൽ നമ്മൾ ഏറെക്കുറെ 7000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 1000 രൂപ പോകും. 1000 രൂപ പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോവുകയാണെങ്കിൽ 1000 രൂപ പോകും പ്രോഫിറ്റ്. നമുക്ക് 7000 രൂപയാണ് നമ്മൾ 1000 രൂപ, വെറും 1000 രൂപ റിസ്ക്കിൽ നമ്മൾ 7000 രൂപയാണ് മേക്ക് ചെയ്തത്. നല്ല അടിപൊളി ട്രേഡായിരുന്നു എന്തായാലും ഇന്നത്തെ ദിവസം. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ ക്യാപിറ്റൽ കുറച്ചിട്ട് ട്രേഡ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളറ്റിലിറ്റി കൂടുതലാവും. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള മാർക്കറ്റ് എന്തായാലും വരും നല്ല രീതിക്ക്. അതിന് നമ്മൾ ഫുൾ ക്യാപിറ്റൽ യൂസ് ചെയ്യണമെന്നില്ല. റിസ്ക്കും കൂടുതലായിരിക്കും, റിവാർഡും കൂടുതലായിരിക്കും ഇനി വരുന്ന മാർക്കറ്റ്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ മാക്സിമം കുറച്ച് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നല്ല രീതിക്ക് ഇഷ്ടംപോലെ പോയിൻറ്റ്സ് ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ നല്ല രീതിക്ക് ടാർഗറ്റ് അടിക്കുന്ന പോലെ പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുക. ട്രേഡിങ്ങിന് കൃത്യമായിട്ട് പ്ലാൻ സ്റ്റിക്ക് ചെയ്യുക. കൺഫ്യൂഷൻ ആണെങ്കിൽ എക്സിറ്റ് അടിച്ച് കളയാം. കൺഫ്യൂഷനൊക്കെ തീർന്ന് നല്ല രീതിക്ക് എൻട്രി എടുക്കാം. ക്ലിയറായിട്ട് എൻട്രി എടുത്ത് ക്ലിയറായിട്ട് പ്രോഫിറ്റ് ആക്കാം. നമുക്ക് എന്തായാലും നാളെ നമുക്ക് ഫിൻനിഫ്റ്റി ചെയ്യാം. ഫിൻനിഫ്റ്റി എക്സ്പയർ ആണ് നാളെ. ഫിൻനിഫ്റ്റി എക്സ്പയർഡ് നല്ല രീതിക്കൊരു മൊമെൻറ്റ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മേലോട്ടും 2 രീതിക്കും പോകാൻ ചാൻസ് ഉണ്ട്. മേലോട്ട് പോകാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പോസിറ്റീവ് മാർക്കറ്റാണ്, ട്രെൻഡ് അപ്പാണ്, മേലോട്ട് പോകും. എക്സ്പെക്റ്റേഷൻ മേലോട്ടാണ്. ഒരു അടുത്ത ഇലക്ഷനൊക്കെ എക്സ്പെക്റ്റേഷൻ മിക്കവാറും പോസിറ്റീവാണ്. അപ്പോൾ കൂടുതലും പോസിറ്റീവാണ്. അപ്പോൾ മേലോട്ട് പോകാൻ ഒരുപാട് പേർക്ക് എക്സ്പെക്റ്റേഷൻ. ബട്ട് ഇപ്പോൾ ഓൾറെഡി മേലോട്ട് കയറിയിട്ടുള്ളതുകൊണ്ട് നാളെ താഴോട്ട് വരാനും ചാൻസ് ഉണ്ട്, മേലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. കൃത്യമായി സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, ക്ലിയറായിട്ട് ചെയ്യാം. നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതിന് പ്രോഫിറ്റ് എടുക്കാം. നോക്കി ചെയ്യുക, പ്ലാൻ സ്റ്റിക്ക് ചെയ്യുക, ക്ലിയർ ട്രേഡ് ആയിരിക്കണം. എല്ലാം കൃത്യമായിട്ട് മണി മാനേജ് വെച്ച് ചെയ്യുക. അധികം ലോട്ട്സ് യൂസ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറയ്ക്കാം. പ്രോഫിറ്റ് എന്തായാലും കിട്ടേണ്ട പ്രോഫിറ്റ്സ് നോർമൽ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് വോളറ്റിലിറ്റി മാർക്കറ്റിലും നന്നായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് നോക്കി കെയർഫുള്ളായി ട്രേഡ് ചെയ്യാം. എന്തായാലും ഓക്കെ, ബൈ.